സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് സിപിഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തുന്ന രീതിയിലല്ല. മുഖ്യമന്ത്രിയുടെ സ്തുതി പാഠകരായി മന്ത്രിമാർ മാറി. നിലപാടുകളിൽ വ്യക്തതയില്ലാത്തയാളാണ് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വമെന്നും വിമർശനമുയർന്നു. കൊല്ലത്ത് നിന്ന് അരുൺരാജാണ് ചേരുന്നത്. അരുൺരാജ്, ഭരണ കക്ഷിയുടെ ഭാഗമായ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഈ വിമർശനം ഉയരുന്നത്. അതും മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകരായ മന്ത്രിമാർ മാറിയെന്ന മറ്റുള്ള വിമർശനം വരുന്നു. ഇതൊരു മാറ്റത്തിനായുള്ള ഒരു ക്രിയാത്മക വിമർശനം എന്ന രീതിയിലാണോ നമ്മൾ കാണേണ്ടത്, അതോ അതിനപ്പുറം മറ്റു ചിലത് ഇതിലുണ്ടോ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതിയാണ് ഈ ഒരു ഇടവേളകൾക്കനുസരിച്ച് കൃത്യമായ രീതിയിൽ അത് ഭരണത്തിലായാലും പ്രതിപക്ഷത്തിരുന്നാലും ഒരു പരിശോധന നടത്തുക എന്നുള്ളത്. അത്തരമൊരു പരിശോധനയാണ് ഇപ്പോൾ ഈ സമ്മേളന കാലയളവിൽ നടക്കാറുള്ളതും. സിപിഐയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നത്. സർക്കാരിന്റെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തുന്നില്ല, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. പ്രതീക്ഷയ്ക്കൊത്ത് സർക്കാരിന്റെ പ്രവർത്തനം ഉയരുന്നില്ല എന്ന വിമർശനം പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. ഏറ്റവും വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയാണ്. മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകരായി മന്ത്രിമാർ തന്നെ മാറുന്ന കാഴ്ച ഉണ്ടാകുന്നുണ്ട്. അത് സിപിഐ മന്ത്രിമാർ അത്തരത്തിൽ മാറുന്നു എന്ന വിമർശനമാണ് ചില അംഗങ്ങൾ ഉന്നയിച്ചത്. കുന്നത്തൂരിൽ നിന്നുള്ള അംഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുന്നത്തൂരിൽ മുഖ്യമന്ത്രി നവകേരള സദസ്സിനെത്തിയപ്പോൾ നവകേരളത്തിന്റെ ശില്പിയാണ് കടന്നു വരുന്നതെന്ന് മൈക്കിലൂടെ ഉച്ചത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പക്ഷേ അത്തരം ഒരു സമീപനം ശരിയല്ല. നവകേരളത്തിന്റെ ശില്പി സി അച്യുതമേനോനാണ് എന്ന കാര്യം സിപിഐ മന്ത്രിമാരെങ്കിലും മറന്നു പോകരുത് എന്നതാണ് ഈ വിമർശനത്തിൽ പറയുന്ന കാര്യം. ഈ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ സിപിഐ മന്ത്രിമാർക്ക് മുട്ടുപിറയ്ക്കുന്ന അവസ്ഥ നിലവിലുണ്ട്. ആ രീതി മാറണം. തിരുത്താമെങ്കിൽ തിരുത്തണം. അത് തിരുത്തപ്പെടേണ്ട ശക്തിയായി സിപിഐ മാറണം എന്നുള്ളതാണ് ഈ വിമർശനത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിയെ തിരുത്താൻ നമ്മളെങ്കിലും തയ്യാറായില്ലെങ്കിൽ പിന്നെ ആരാണ് തയ്യാറാവുക എന്ന് ഒരു കുന്നിക്കോട് നിന്നുള്ള ഒരു അംഗം ചോദിക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നവർക്ക് മാത്രമാണ് കേമന്മാർ എന്നൊരു സ്ഥിതി നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിലുണ്ട്. അത് മാറണം. ഇത് ജനങ്ങളുടെ കാഴ്ചപ്പാടാണ്. ജനങ്ങളുടെ ഭാഗമായി ഇത്തരം ഉണ്ടാകുന്നു. പാർട്ടി സെക്രട്ടറിക്കെതിരെയാണ് രൂക്ഷ വിമർശനം. പാർട്ടി സെക്രട്ടറി ദുർബലനാണെന്നും വ്യക്തതയും നിലവാരമില്ലാത്ത ആളാണെന്നും ഇതിൽ പറയുന്നുണ്ട്. പാർട്ടി സെക്രട്ടറിയും എം വി ഗോവിന്ദ മാഷിനും പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന വിമർശനവും ഇതിന്റെ ഭാഗമായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺരാജ് കൊല്ലത്ത് നിന്ന്.